Good morning students. Higher order differential equation എന്നുള്ള ലെസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ യൂലർ-കോഷി ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. യൂലർ-കോഷി ഇക്വേഷൻ ഫോർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻസും അതുപോലെ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് നമ്മൾ കോഷി യൂലർ ഇക്വേഷൻ ഫോർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, നോൺ ഹോമോജീനിയസ് ആകുമ്പോൾ തന്നെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും കാണണം, പർട്ടിക്കുലർ ഫംഗ്ഷനും കാണണം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ മാത്രമേ ജനറൽ സൊല്യൂഷൻ കിട്ടുള്ളൂ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂലർ-കോഷി ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി യൂലർ ഇക്വേഷൻ ഫോർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മളിതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഇസ് നമുക്ക് ജനറൽ സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. അതിൽ നിന്നും നമുക്ക് യൂലർ-കോഷി അല്ലെങ്കിൽ കോഷി യൂലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. Solve the initial value problem. X y double dash plus y dash equal to x, y of 1 equal to 1 and y dash of 1 equal to minus 1 by 2. So the given differential equation is x y double dash plus y dash is equal to x. ഇത് Euler-Cauchy differential equation അല്ല. Euler-Cauchy differential equation ആവണമെങ്കിൽ എങ്ങനെയാ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം, എക്സ് സ്ക്വയർ ആയിരിക്കണം. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എക്സ് ഉണ്ടായിരിക്കണം. ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് ആയിട്ട് ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദിസ് ഈസ് എ നോൺ ഹോമോജീനിയസ് യൂലർ-കോഷി ഇക്വേഷൻ ഓഫ് ഓർഡർ 2. The associated homogeneous differential equation 1 is x square y double dash plus xy dash is equal to 0. നമ്മൾ അതിൽ നിന്നും homogeneous differential equation മാത്രം എടുത്തു. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സോ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഹോമോജീനിയസ് യൂലർ-കോഷി ഇക്വേഷൻ കിട്ടും. ആൻഡ് ഹെൻസ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ലീനിയർ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ബൈ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ്. അപ്പോൾ ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മളതിനെ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, x is equal to e raised to z കൊടുത്തു കഴിഞ്ഞാൽ x dy by dx is equal to capital dy and x square d square y by dx square will be equal to d into d minus 1 into y. Okay, where d is equal to d by dz. By the substitution given differential equation becomes ഇത് നമുക്ക് differential equation substitute ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, x square y double dash plus xy dash equal to ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ ഡി ഇൻറ്റു ഡി മൈനസ് 1 പ്ലസ് ഡി ഓഫ് വൈ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡി സ്ക്വയർ മൈനസ് ഡി പ്ലസ് ഡി ഓഫ് വൈ ഈക്വൽ ടു 0. പോസിറ്റീവ് നെഗറ്റീവ് ഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ ഈക്വൽ ടു 0. സോ ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്താ, എം സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് m1 ആൻഡ് m2 ബോത്ത് ആർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വി ആർ ഹാവിംഗ് ഈക്വൽ റൂട്ട്സ്, distinct equal roots ആണ് കിട്ടുന്നത്. സോ yc of z is equal to c1 plus c2z into e raised to 0z. That is c1 plus c2z into e raised to z whole raised to 0. ഇനി റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. e raised to z ന് പകരം എന്ത് കൊടുക്കാം, x എന്ന് കൊടുക്കാം. x raised to 0 എന്താ വരിക, 1 എന്ന് വരും. ഇനി z ന് പകരം എന്ത് കൊടുക്കാം, log x എന്നും കൊടുക്കാം. ശരിയല്ലേ, z ഈക്വൽ ടു log x ആണെന്ന് നമുക്കറിയാം. സോ yc of x എന്ന് കിട്ടി, c1 plus c2 log x എന്ന് കിട്ടി. സോ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കിട്ടി നമുക്ക്. ഇനി അടുത്തത് എന്താ വേണ്ടത്, പർട്ടിക്കുലർ സൊല്യൂഷൻ വേണം അല്ലേ. ടു ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് one, let us use the variation of parameter. For that, rewrite equation with the standard form by dividing by x square. That is നമുക്കുള്ളത് എന്താ, x square y double dash plus xy dash is equal to x square എന്നാണ് ഉള്ളത് അല്ലേ. സോ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്നുള്ള ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് ആയിട്ട് x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് y ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആവും. സോ y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 1 ബൈ എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 1 എന്ന് വരും. സോ വൈ ഡബിൾ ഡാഷ് പ്ലസ് 1 ബൈ എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ, 1. So f of x is 1. ഇനി yc of x എന്താ കിട്ടിയത്, c1 plus c2 log x. That is, അപ്പോൾ y1 of x എന്തായിരിക്കും 1 ഉം y2 of x എന്തായിരിക്കും log x ഉം. ശരിയല്ലേ, y1 of x 1 ആണെങ്കിൽ y1 dash of x എന്തായിരിക്കും 0 ആയിരിക്കും. y2 of x log x ആണെങ്കിൽ y2 dash of x എന്തായിരിക്കും 1 by x ഉം ആയിരിക്കും.
ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം? വോൺസ്കിയൻ കാണണം. അതാണ് അടുത്ത മെത്തേഡ്. വോൺസ്കിയൻ എങ്ങനെ കാണാം? ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 dash y2 dash that is equal to ഡിറ്റർമിനന്റ് ഓഫ് 1 log x 0 1 by x. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 into 1 by x minus 0 into log x. 0 into log x is 0. 1 into 1 by x is 1 by x. So Wronskian എന്ത് കിട്ടി? 1 by x എന്ന് കിട്ടി. Let us take the particular solution of the given differential equation to be yp of x is equal to u1 of x into y1 of x plus u2 of x into y2 of x. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള particular solution. ഇതിൽ നമുക്ക് എന്തൊക്കെ കാണണം? u1 of x ഉം u2 of x ഉം കണ്ടുപിടിക്കണം അല്ലേ? So u1 of x എങ്ങനെ കാണാം? Integral of minus y2 of x into f of x by w of y1 comma y2 dx. ഇനി y2 of x എന്താ? log x ആണ്. സോ മൈനസ് log x into f of x എന്ന് പറയുന്നത് 1 ആണ് ഡിവൈഡഡ് ബൈ 1 by x dx. ദാറ്റ് ഈസ് മൈനസ് ഇന്റഗ്രൽ ഓഫ് x log x. 1 by x ആണല്ലോ ഡിനോമിനേറ്റർ. അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്തതിന് എന്ത് വരും? x log x dx എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് log x-നെയും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് x-നെയും കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മൈനസ് ഓഫ് log x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ 1 by x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. ഒരു എക്സ് വീതം ഇന്റഗ്രലിൻ്റെ അകത്തുള്ളതിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബൈ 2 എന്ന് വരും. ഇനി മൈനസ് 1 by 2 പുറത്തെടുക്കാം. സോ മൈനസ് ഓഫ് log x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1 by 2 ഇൻറ്റു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വരും? എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. സോ മൈനസ് ഓഫ് log x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ എക്സ് സ്ക്വയർ ബൈ 4. സോ u1 of x എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് log x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് കാണണം? y1 of x കാണണം. സോ ഐ മീൻ u2 of x കാണണം. y2 അല്ല, u1 of x കണ്ടുപിടിച്ചു. ഇനി u2 of x കാണണം. u2 of x എങ്ങനെ കാണാം? ഇന്റഗ്രൽ ഓഫ് y1 of x ഇൻറ്റു f of x ബൈ Wronskian of y1 comma y2 ഇൻറ്റു dx. ദാറ്റ് ഈസ് y1 of x 1 ആണ്, f of x എന്ന് പറയുന്നത് 1 ആണ്, Wronskian 1 by x dx. സോ എന്ത് വരും? ഇന്റഗ്രൽ x dx മാത്രം വരും. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 2. Therefore the particular solution is yp of x is equal to u1 of x into y1 of x plus u2 of x into y2 of x. That is x square by 4 minus x square by 2 log x into 1 plus x square by 2 into log x. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 log x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 log x. പോസിറ്റീവ് നെഗറ്റീവ് എക്സ് സ്ക്വയർ ബൈ 2 log x വീതം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 4. സോ പർട്ടിക്കുലർ സൊല്യൂഷനും കിട്ടി, കോംപ്ലിമെന്ററി ഫംഗ്ഷനും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ജനറൽ സൊല്യൂഷനായി. സോ ജനറൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ ഫംഗ്ഷനും കോംപ്ലിമെന്ററി ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യാം. സോ y of x is equal to yc of x plus yp of x. That is c1 plus c2 log x plus x square by 4. ഇനി എന്ത് ചെയ്യണം? ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. y of 1 equal to 1. That is x ന് 1 കൊടുക്കുമ്പോൾ y യുടെ വാല്യൂ 1 ആണ്. സോ 1 equal to c1 plus c2 into log 1 plus 1 by 4. log 1 എന്താ? 0. സോ 0 into c2 പറയുമ്പോൾ c2 വാനിഷ് ആവും. സോ 1 equal to c1 plus 1 by 4 എന്ന് വരും. That is c1 equal to 1 minus 1 by 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ c1 equal to 3 by 4 എന്ന് കിട്ടി. സോ c1ന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത എന്ത് കിട്ടണം? c2ന്റെ വാല്യൂ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? y of x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y of x എന്താ? c1 plus c2 log x plus x square by 4 ആണ്. സോ y dash of എന്തായിരിക്കും വരിക? c1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് വാനിഷ് ആവും. c2 ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 by x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x by 4. 2ഉം 4ഉം കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x by 2 എന്ന് വരും അല്ലേ? സോ c2 by x പ്ലസ് x by 2 ആണ് നമുക്ക് y dash of x ആയിട്ട് കിട്ടുക. y dash of x is equal to c2 by x plus x by 2. ഇനി എന്ത് ചെയ്യാം? ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ y dash of 1 equal to minus 1 by 2. That is when x is equal to 1, y dash is equal to minus 1 by 2. So minus 1 by 2 equal to c2 by 1 plus 1 by 2. Okay, that is c2 equal to minus 1 by 2 minus 1 by 2. Minus 1 by 2 minus 1 by 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് 1 ആണ് വരിക. സോ c2ന്റെ വാല്യൂ മൈനസ് 1 ആയി. സോ c2ന്റെ വാല്യൂ മൈനസ് 1, c1ന്റെ വാല്യൂ 3 by 4. നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ സൊല്യൂഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y of x is equal to 3 by 4 minus 1 into log x plus x square by 4. വേണമെങ്കിൽ 3 by 4 minus log x plus x square by 4 എന്ന് മാത്രം എഴുതിയാലായിട്ട് മതി. Okay, so ഇതോടുകൂടി Cauchy-Euler equation, that is Cauchy-Euler equation for non-homogeneous differential equationന്റെ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ജനറൽ സൊല്യൂഷൻ തന്നിട്ടുണ്ടാവും. ആ ജനറൽ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ
കോഷി യൂലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഷി യൂലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും വരിക എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് നമുക്ക് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ്. നോക്കാം. Find a homogeneous Cauchy-Euler differential equation whose general solution is given. So y equal to c1 x raised to 4 plus c2 x raised to minus 2. Okay, so given general solution എന്താണ്, y equal to c1 x raised to 4 plus c2 x raised to minus 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ജനറൽ സൊല്യൂഷൻ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിപ്പോൾ y of x ആണ്, ശരിയല്ലേ. y of x is equal to ആണ് c1 x raised to 4 plus c2 x raised to minus 2. നമുക്ക് Cauchy Euler ഇക്വേഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, ലെറ്റ് x is equal to e raised to z. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം റിവേഴ്സ് ഓർഡറിലൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്യാം, എക്സിന് പകരം e raised to z കൊടുക്കാം. സോ y of x എന്നുള്ളത് y of z എന്നാക്കി എഴുതാം. y of z equal to c1 into e raised to z whole raised to 4 plus c2 into c2 ആണ്, ഞാൻ അവിടെ c1 എഴുതിയിട്ടുണ്ട്, c2 into e raised to z raised to minus 2 എന്ന് വരും. That is c1 into e raised to 4z plus c2 into e raised to minus 2z. That is ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, c1 e raised to m1x plus c2 e raised to m2x. That is m1 വേറെ വാല്യൂ, m2 വേറെ വാല്യൂ. That is they are distinct real roots. Roots ഏതൊക്കെയാണ്, 4 minus 2. That is m equal to 4 and m equal to minus 2. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, m minus 4 into m minus 2 equal to 0. m minus 4 into m minus 2 equal to 0. നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, m square minus 2m minus 8 equal to 0. m square minus 2m minus 8 equal to 0. Therefore അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ വരിക, d square y by dz square minus 2 dy by dz minus 8y equal to 0. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അവിടെ എന്താ അറിയാം, d by dz is equal to capital D ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, d square y by dz square d square എഴുതാം, ക്യാപിറ്റൽ D square minus 2d. So d square y by dz square ന് പകരം ക്യാപിറ്റൽ D എന്ന് എഴുതാം, minus 2 into dy by dz ന് പകരം ക്യാപിറ്റൽ D minus 8 of y equal to 0. ഇനി d square minus 2d minus 8 of y equal to 0. അവിടെ നമ്മൾ minus 2d നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. കാരണം നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്, Cauchy Euler ഇക്വേഷൻ പ്രകാരം x square d square y by dx square നെ നമ്മൾ d into d minus 1 ആണ് എഴുതാം. അങ്ങനെ ആവുമ്പോഴാണ് അത് d square minus d എന്നാവുന്നത്. സോ d square minus d എന്നുള്ള ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ minus 2d നെ സ്പ്ലിറ്റ് ചെയ്യണം. minus 2d നെ എങ്ങനെ എഴുതാം, minus d അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. Okay, so d square minus d minus 8 of y equal to 0. Split ചെയ്ത് എഴുതി. ആ minus 2d നെ just splitting the middle term ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഫസ്റ്റ് രണ്ട് ടേമിനെ കമ്പൈൻ ചെയ്യാം. ദാറ്റ് ഈസ് d square minus d നെ കമ്പൈൻ ചെയ്യാം. എന്നിട്ട് അതിന് d കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ d into d minus 1 minus d minus 8 of y equal to 0. ഇനി നമുക്ക് എന്താ അറിയാം, Cauchy Euler ഇക്വേഷൻ പ്രകാരം d into d minus 1 ആണെങ്കിൽ നമുക്ക് അതിനെ x square into d square y by dx square എഴുതാം. ഡിക്ക് പകരം എന്ത് എഴുതാം, x dy by dx എന്നും എഴുതാം. സോ ഇതിനെ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ x square d square y by dx square minus x dy by dx minus 8y equal to 0. This is the required Cauchy Euler equation for the given general solution. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. y equal to c1 plus c2 log x into x raised to minus 3. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജനറൽ സൊല്യൂഷൻ എന്താണെങ്കിൽ എന്താ, y of x is equal to c1 x raised to minus 3 plus c2 into x raised to minus 3 log x. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഇറ്റ് ഈസ് ഹാവിങ് റിയൽ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്നാണ് അർത്ഥം. അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മളിങ്ങനെ എഴുതാം. സോ എക്സ് റേസ് ടു മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3 ഇൻറ്റു ലോഗ് എക്സ്. എല്ലാവിടെയും നമ്മൾ എന്ത് ചെയ്യാം, എക്സിന് പകരം സെഡ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. സോ വൈ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സിന് പകരം എന്ത് എഴുതാം, ഇ റേസ് ടു സെഡ് ഹോൾ റേസ് ടു മൈനസ് 3 പ്ലസ് c2 ഇൻറ്റു ഇ റേസ് ടു സെഡ് ഹോൾ റേസ് ടു മൈനസ് 3 ഇൻറ്റു സെഡ്. That is c1 e raised to minus 3z plus c2 e raised to minus 3z into z എന്ന് വരും. That is m equal to m1 m2 equal to minus 3. That is the root are real and equal. അങ്ങനെയാണെങ്കിൽ the required auxiliary equation എങ്ങനെ വരിക, m plus 3 the whole square. That is m square plus 6m plus 9 equal to 0. m plus 3 the whole square, a plus b whole square expand to 0. So m square plus 6m plus 9 equal to 0. Therefore the required differential equation is d square y by dz square plus 6 dy by dz plus 9y equal to 0.
അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി സെഡ് എന്താ വരും? ക്യാപിറ്റൽ ഡി ആണ് വരിക. സോ ഡി സ്ക്വയർ പ്ലസ് 6d പ്ലസ് 9 ഓഫ് y ഈക്വൽ ടു 0. എഗെയിൻ നമുക്ക് എങ്ങനെ വരണം? ഡി സ്ക്വയർ മൈനസ് ഡി എന്ന് വരണം. എന്നാൽ മാത്രമേ ഡി ഇൻറ്റു ഡി മൈനസ് 1 എടുക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 6d ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. 16 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മൈനസ് ഡി പ്ലസ് 7d എന്നാക്കി സ്പ്ലിറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ ഡി സ്ക്വയർ മൈനസ് ഡി എന്നാവുള്ളൂ. ഡി സ്ക്വയർ മൈനസ് ഡി എന്തായാലും ആവണം. സോ 6d എന്ന് അവിടെ കിട്ടുകയും വേണം. സോ മൈനസ് ഡിൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 6d എന്ന് കിട്ടുക? മൈനസ് ഡിയുടെ കൂടെ 7d ആഡ് ചെയ്താലാണ് 6d കിട്ടുക. സോ ഡി സ്ക്വയർ മൈനസ് ഡി പ്ലസ് 7d പ്ലസ് 9 ഓഫ് y ഈക്വൽ ടു 0. ഇനി ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്നും d കോമൺ എടുത്തു കഴിഞ്ഞാൽ d ഇൻറ്റു ഡി മൈനസ് 1 പ്ലസ് 7d പ്ലസ് 9 ഓഫ് y ഈക്വൽ ടു 0. നമുക്ക് എന്തറിയാം? d ഇൻറ്റു ഡി മൈനസ് 1 into y equal to x square into d square y by dx square dy equal to x dy by dx ആണ്. സോ d into d minus 1 പകരം നമുക്ക് x square d square y by dx square എഴുതാം. പ്ലസ് 7 into dy ന് പകരം എന്ത് എഴുതാം? x dy by dx plus 9y equal to 0. That is x square d square y by dx square plus 7x dy by dx plus 9y equal to 0 ആണ് required ആയിട്ടുള്ള differential equation for the given homogeneous differential equation. I mean given general solution. Okay. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആവും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.